ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് ഉത്സവം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്നലെ ഞാൻ എത്തിയാണ്. ഇന്നലെ പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് അങ്ങനെ തിരക്കായി പോയി. ബ്ലോഗ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഇന്നലെ ബ്ലോഗ് എടുത്തില്ല. ഞാൻ കുറച്ച് മുന്നേ എണീറ്റില്ല, അതായത് ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റുള്ളൂ. എണീറ്റ് ഇപ്പോൾ വന്ന് ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വേണ്ടി പുറത്തേക്ക് പോകാൻ ആസ് യൂഷ്വൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയ സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിലും ചിന്തത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്നലെ വെളുപ്പിനെ 4-5 മണിക്ക് എന്തോ ഫുഡ് കഴിച്ചതാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ഫുഡ് ഉണ്ടായപ്പോൾ അങ്ങനെ കഴിച്ചതാണ്. അതിനുശേഷം ഞാൻ ഇത്രയും നേരിട്ട് ഫുഡേ കഴിച്ചിട്ടില്ല. പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു എന്താ പറയുക, നോമ്പ് പിടിച്ച പോലെ സിറ്റുവേഷൻ അറിയാം. പക്ഷേ കിടന്നുറങ്ങിയത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ സിറ്റുവേഷൻ പോലെ എല്ലാവരും പറയുന്നതായിട്ട് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയത്. അത് കാരണം നല്ല ടയർനെസ് ഉണ്ട്. അയ്യോ, അപ്പോൾ എന്തായാലും എന്താ പറയുക, അങ്ങനെ അറിയില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ ടയേർഡാണ് ഭയങ്കര. ഫുഡ് കഴിക്കാത്ത തന്നെ ഉറക്കം ശരിയാതെ തന്നെ എന്താണെന്ന് അറിയില്ല. എന്തായാലും ടയർഡാണ്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റ് ചെയ്യാം. ഒന്നും പ്രീ പ്ലാൻ ചെയ്യാണ്ട് പോകുന്നത് നല്ലതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. സോ നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഇറങ്ങിയിട്ട് നമുക്ക് ഏത് വഴിക്കാണ് പോകുന്നത് ആ വഴിക്ക് ഇങ്ങ് പോട്ടെ എന്ന് പറയുന്നത്. നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. അപ്പം ലെറ്റ്സ് ഗോ. ഞാൻ വിചാരിച്ചേ പോണ വഴിക്ക് എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. ഇത് മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അതിന്റെ ഇത് ഉന്നക്കായ മൂന്നെണ്ണം സമൂസ 3 വെജ് മതി. വെജ് തരണ ചിക്കൻ എടുത്തോ. ഈ 3 കട്ട്ലറ്റും കൂടെ 3 വെച്ചു മതി. ഇതൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ട് ഇല്ല വ്ളോഗ് ഞാൻ കൂട്ടുകാരിലേക്കാട്ടി. അപ്പൊ അവർക്ക് നോമ്പ് തുറക്കുന്നു വിചാരിച്ചാ. അതെ, ഞാൻ ആദ്യമായിട്ട് മുർഷി ഞാനും കൂടെ ഇപ്രാവശ്യം നോമ്പ് തുറക്കാൻ പോണേ. ഇന്നലെ 4 മണിക്ക് എന്നെ കൊണ്ട് ചിക്കൻ തിരിച്ചത് എന്തിയാണ്? അതാ നമ്മളെന്നെ കഴിച്ചിരുന്നത് മധുഹൂത് കഴിച്ച് ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പിനിടക്കാണ് ഇവിടെ ചിക്കൻ 3 ചപ്പാത്തി ഒരു ചിക്കൻ. പിന്നെ ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല. ഏകദേശം നോമ്പടെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എന്റെ സ്പെഷ്യൽ ലൈവ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കുമെന്ന് വിചാരിച്ചു. നാരങ്ങൾ പണ്ട് ബേക്കറി എന്ന എക്സ്പീരിയൻസ്. പിന്നെ കുറെ നാൾ ശേഷം ഞാൻ കത്തിയെടുക്കുന്നത്. ഞാൻ എന്റെ റൂമിൽ പോയി ഞാൻ ആദ്യമായിട്ടാണ് നോമ്പൂറിക്ക് വേണ്ടി ഓരോ സാധനം സെറ്റ് ചെയ്യണത്. ഇത് നോമ്പൂറിക്കാണ് ഇതെനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇന്നലെ തണുത്ത വെള്ളത്തിൻ്റെ ഇന്നലെ തൊണ്ടയ്ക്ക് ചെറിയ ക്രാച്ചലൊക്കെ ഉണ്ട്. ഞാൻ പനിയാൻ വേണ്ടിയിരുന്നത്. ഇതാണോ രണ്ടോ ഒന്ന് തന്നെ. ഓക്കെ, ഞാൻ ഈ ഫ്രഷ് ടൈം ഉണ്ടാക്കിയിട്ട് വരാം. കാഴ്ച ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് ഇത് ഞാൻ അതിനെ വന്നപ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കല്ലേ പറഞ്ഞത്. ഞാൻ വന്നപ്പോ കണ്ടപ്പോ വാങ്ങിച്ചോന്നാ. നമുക്ക് ഇതിലും വലിയ ഗ്രാൻഡ് സാധനം പിടിക്കാന്ന് പറയുന്നതാണ്. പക്ഷെ നടന്നില്ല. ഇത് ഹോർലിക്സ്, ഇത് ഞാൻ ഉണ്ടാക്കിയ ഫ്രഷ് ലൈഫ്, ഇത് അവനുണ്ടാക്കിയ മുഹബത്ത് മറ്റേ പിസ്താഷ്യം ഇത് ഞാൻ വാങ്ങിച്ചത്. ഇത് ഗ്ലാസ്, ഇത് മുർഷി ഞാൻ തന്നെ. ഇത് വാങ്ങിക്കോ. നമുക്ക് നാരങ്ങ കുടിക്കാൻ പറ്റുന്നത്. അത് നാരങ്ങ എങ്ങനെ നോക്ക്, എനിക്കറിയാൻ പാടില്ല. എന്താ ഔത്താളിക്കാണ് അതിനകത്ത് പിടിക്കടാ. ഞാൻ ഉറങ്ങി പിടിച്ചോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കൂ. എന്താടാ എന്താ കയ്പാ? ചെറിയൊരു കയ്പുണ്ട്, പക്ഷെ ടേസ്റ്റ് ആയിട്ട് വരും. ഞാൻ ഉപ്പും പഞ്ചസാര ഇടുന്നുണ്ട്. ഹെൽത്തി. ഞാൻ ഹോംലിസ് കുടിച്ചു. ഇത് പറഞ്ഞു വരുമ്പം ഇത് നോമ്പായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമ്പായിട്ടുണ്ട്. പക്ഷെ നോമ്പായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമ്പായില്ല. ബിക്കോസ് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ എണീറ്റപ്പോഴത്തേക്കും എല്ലാ ദിവസവും രാവിലെ വെള്ളം കുടിക്കാൻ റൊട്ടീൻ എനിക്കുണ്ടല്ലോ. പക്ഷെ ഞാൻ ഡെയിലി രാവിലെ എടുത്ത് വെള്ളം കുടിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഇതിൽ ഞാൻ വെള്ളം കുടിച്ചോണ്ടിരുന്നത്. പക്ഷെ അല്ലാണ്ട് ഇതിന്റെ പ്രോപ്പർ നോമ്പാണ്. ഇവരാണ് എന്നെ കൊണ്ട് നോമ്പ് പഠിപ്പിക്കും. ഞാൻ ഓട്ടോമാറ്റിക്കലി നോമ്പിലേക്ക് ആയിപ്പോയതാ. ഹെൽത്ത്. എടാ സത്യം പറയാ, എറണാകുളത്തേക്ക് വരുമാനപ്പെട്ട എല്ലാവർക്കും സ്ഥിരം നോമ്പാ. ഞായറാഴ്ചകളിൽ കണ്ടിട്ടില്ലേ, എല്ലാരും വൈകുന്നേരം ആകുമ്പോഴേ എണീക്കത്തുള്ളൂ. വൈകുന്നേരം ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കും. എറണാകുളത്തേക്ക് പ്രത്യേകിച്ച് നോമ്പിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലേ? അത് കാര്യത്തില്ല. നമ്മൾ എഴുന്നേക്കുന്നതിന് ചിലപ്പോ 10-11 മണിയാവും. അല്ല, വൈകുന്നേരം എണീക്കത്തുള്ളൂ. അല്ല,
ചിലര് ഞായറാഴ്ച വർക്കിന് വന്ന് വരും. ബാക്കിയുള്ള ദിവസങ്ങൾ ഞായറാഴ്ച ആണെങ്കിൽ ഒരു 3-4 മണിയാകുമ്പോൾ എഴുന്നേക്കും. വൈകുന്നേരം രാത്രി ഫുള്ള് കറക്കും. വൈകുന്നേരം 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചായ എല്ലാം കുടിച്ച് ഇതായി സെറ്റാവും. അതാ നമ്മളെ വൈകുന്നേരത്തെ വൈകും. കൈ സമൂസ വാങ്ങിച്ചതും വാങ്ങിച്ചോണ്ട് ഞാൻ പോകുന്നതാണ്. നമ്മൾ ആക്ച്വലി പുറത്ത് പോയി നോമ്പ് കുറിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അത് തൽക്കാലത്തേക്ക് ഞാൻ നോക്കി വന്നപ്പോൾ കടിയുണ്ട്. അപ്പോൾ അതിന് വാങ്ങിച്ചോണ്ട് പോകുന്നതാണ് സംഭവം. അതെന്തായാലും നന്നായി. വളരെ നല്ല കടിയാണ്. ഓക്കെ, ഞാൻ കഴിച്ച് ജീവിതത്തിലേക്ക് വരാം. എല്ലാം കൂടെ നടക്കൂല. നമ്മൾ ഫുഡല്ല സ്ഥിരമായിട്ട് സ്നാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും മുർഷിയും കൂടെ നമ്മളൊന്ന് പോത്തീസ് വരെ വന്നിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഇവന് റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഞാൻ ഇന്ന് നാട്ടിൽ പോകുന്നുണ്ട് രാത്രി. ചെറിയ സാധനങ്ങൾ, ചെറിയ സാധനം. കൊച്ചു പിള്ളേർ കുറേ പേരുണ്ടെന്ന്. എന്റെ അല്ല, എന്റെ സിസ്റ്ററിന്റെ ചേട്ടാ. അവൻ കൊച്ചു കുഞ്ഞാണ്, അവന് കൊച്ചുങ്ങളെ പ്രായമായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോത്തീസിൽ പോയി കുറച്ച് അവൻ്റെ റൂമിലേക്കുള്ള സാധനം, അവന് നാട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വരാം. അയ്യോ, പോത്തീസിൻ്റെ അളിയനുണ്ടെന്ന് തോന്നുന്നു. അവനെയും കണ്ടിട്ട് വരാം. അത് നമ്മൾ പോത്തീസിൽ സ്റ്റേഡിയം നമ്മൾ സ്റ്റേഡിയത്തിൽ ലൈറ്റ് അങ്ങോട്ട് മിന്നിക്കത്തുന്നത്. മിന്നിത്തന്നും നക്ഷത്രങ്ങൾ മിന്നിപ്പന്നുന്നു, മിന്നി നക്ഷത്രങ്ങൾ പോലെ. ഇതിന് ലൈറ്റ് കത്ത് പഠിച്ചു പോയതെന്ന് ആരും പറയരുത്. അത് ടെസ്റ്റിംഗ് ആണ്. ലൈറ്റ് അത് ടെസ്റ്റിങ് നടത്തുകയാണ്. നാളെ കളിയാണ്, അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നടത്തുകയാണ്. അതാണ് സംഭവം. കളിയുടെ ഇതിൻ്റെ ടെസ്റ്റ് നടത്തിക്കണം, ലൈറ്റിൻ്റെയൊക്കെ ടെസ്റ്റ് നടത്തി. എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് ആസ് വിഷയം നടക്കാൻ പോയതാണ്. പക്ഷേ ഇന്ന് ദാസൻ പറഞ്ഞു ഇങ്ങനെ കൂടെ കറങ്ങി അങ്ങനെ പോവാന്ന്. ഹലോ മിസ്റ്റർ അപ്സി. ഹലോ. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇപ്രാവശ്യം ഇങ്ങനെ പെരുന്നാളിന് നമ്മളെ വിളിക്കുവോ? അതെന്താ? എല്ലാ വർഷവും ഇല്ല. നമ്മൾ ഇത്രയും വർഷമായി പരിചയപ്പെട്ടു. ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ട് ഇതുവരെ അപ്സി നമുക്ക് ബിരിയാണി എന്ന് പറഞ്ഞ സാധനം ബാക്കിയുള്ളതൊക്കെ വിളിക്കുക. നോമ്പ് പിടിച്ചവർക്കൊക്കെ നമ്മള് ബിരിയാണി കൊടുക്കും. ഞാനിത് നോമ്പ് പിടിച്ചില്ല. എന്ത് നോമ്പ് പിടിച്ചു? നോമ്പ് പോലെ പിടിച്ചായിരുന്നു. ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾ കണ്ടല്ലേ അന്ന് രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം സ്നാക്സ് ആണ് കഴിക്കുന്നത്. അത് നോമ്പല്ലേ? രാവിലെ എപ്പോ ഫുഡ് കഴിച്ചു? 4 മണിക്ക്. ഏത് ബൾബിനെ? ആ, നീ അത്ര നേരം എന്ത് ചെയ്തു? അത്ര നേരം എന്ത് ചെയ്യുന്നാ? ഇന്നലെ നിങ്ങളോട് തന്നെ അല്ലായിരുന്നു? നേരെ നടക്കാനാ? എന്താണ്? അല്ല മുറിച്ചേ, ഞാൻ നോമ്പ് പിടിച്ചില്ല. ഞാൻ പിടിപ്പിച്ചു. 4 മണിക്ക് അത്താഴം കഴിപ്പിച്ചു. വൈകുന്നേരം നോമ്പ് ആരാണ്ട് വിളിക്കല്ലേ? ആരോ വിളിക്കുന്നു. അഞ്ജന എന്തോന്നു. ഹലോ, ഇവിടെ എല്ലാരും വന്നു. മഴയും വന്ന്, കാറ്റും വന്ന്, മഞ്ഞും വന്ന്, വെയിലും വന്നു. എങ്ങോട്ട്? വഴി പറ. ലൊക്കേഷൻ ഇട്ടാ മതി. ഓക്കെ, എനിക്ക് എന്നാ മേടിച്ചു തരും? ഓക്കെ. 5 പൈസക്ക് വരാത്ത അഞ്ചനെ വിളിച്ചിട്ടുണ്ട്. പോയി അവളെ പിക്ക് ചെയ്തിട്ട് കേട്ടെ. നാളേക്ക് ശേഷം വന്നിരിക്കുകയാണ് 5 പൈസക്ക് വെറുത്ത അഞ്ചറ. എവിടെ? ഇവിടെ 5 പൈസക്ക് വരാത്ത അഞ്ചന വന്നിട്ടുണ്ട്. എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ നാട്ടിൽ 2 ദിവസത്തേക്ക് പോയതല്ലേ ഉത്സവത്തിന്. എനിക്ക് മേടിച്ചാൽ സാധനം മേടി. എനിക്ക് സോഡാനാരങ്ങ മേടിച്ചാ. കുടിക്കും. സോഡാനാരങ്ങ ജാക്കട സോഡാനാരങ്ങ മേടിച്ചാ. ഞാൻ പോയി ചോദിക്കട്ടെ. ചോദിക്കാം. അവിടെ ഉണ്ടെങ്കിൽ തലയിൽ വിളിക്കും ഞാൻ. ഓക്കെ, ഞാൻ പോയി ചോദിക്കട്ടെ. ചോദിച്ചിട്ട് വരും. ഇതൊക്കെ കൃത്യമായിട്ട് വരും. പിന്നെ വണ്ടിയോടെ ഇരിക്കട്ടെ. അയ്യോ, നിനക്കെന്താ വയ്യാത്തത്? അയ്യോ, എന്നാ ഷുഗർ ഫിൽസ് മേടിച്ചു. ഞാൻ മേടിച്ചെടുത്തില്ല. നീ അതിനല്ല. 5 രൂപയുടെ ചോക്ലേറ്റ്. 5 രൂപ ചോക്ലേറ്റ്. ഓ, അത് സോഡ അങ്ങനെ മേടിച്ചിട്ട് 5 രൂപയുടെ ചോക്ലേറ്റ് മേടിച്ചത്. കൂടിയൊന്നുമില്ല, ഉണ്ട്. ഓ, നമുക്ക് വേണ്ടി നാരങ്ങാളം മേടിച്ചെന്ന് 5 പൈസക്ക് 25 മാതൃക അയക്കാം. താങ്ക് യു. പിന്നെ 5 പൈസക്ക് എതിരത്തെ കൊച്ചെ കഴിച്ചോ. ഓ, എക്സ്പ്രഷൻ പറയുന്നത് നിന്റെ സ്വന്തം പൈസക്ക് മേടിച്ചാണ്. അത് വേറെ കാര്യം. അവിടെ എക്സ്പ്രഷൻ കണ്ടത് ഞാൻ വാങ്ങിച്ചത്. ചുമ്മാ അവളുടെ പൈസക്ക് മിച്ചം ഉണ്ടായിരുന്ന പൈസക്ക് 4 മേടിച്ചാണ്. ഇനി നമ്മൾ പോട്ടെ നേരെ സ്റ്റേഡിയത്തിലേക്ക്. എന്റെ പൊന്നു അധികം ഓടിക്കണ്ട. വേണ്ട. അതിനെ പിടിച്ച് തിരിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.
പോട്ടെ നമ്മളെ സ്റ്റേഡിയത്തിലേക്ക്. ഗൈസ് നമ്മളെ ടിയാൻഡി ഉണ്ടോ, ടിയാൻഡി എത്രയും മുമ്പായിട്ട് ചായക്കപ്പിളിലെ കഫേ തുടങ്ങാൻ പോകുന്നുണ്ട്. അവിടെ വർക്കം തുറന്നിട്ടിരിക്കണം, ഉടനെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ടിയാൻഡിയുടെ തൊട്ട് മുമ്പായിട്ട് ചായക്കപ്പിളിലെ കഫേ ഉടനെ ലോഞ്ച് ആക്കാൻ വേണ്ടി നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ് നമ്മൾ സ്റ്റേഡിയത്തിൽ നമുക്ക് ചെറുതായിട്ട് കൊക്കോറോ ഇവരെ വരേണ്ടി വന്നത്. ഇപ്പം ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ വൈറലായിട്ടുള്ള കൊക്കോറോ ഇല്ലേ, അവിടെ വരെ വന്നത് ചെറിയൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് പബ്ലിക് ആക്കാൻ താല്പര്യമില്ലാതെ ചെറിയൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ അല്ലേ? എന്താണ് പ്രൈവറ്റ് ഫംഗ്ഷൻ, എന്താ പ്രൈവറ്റ് ഫംഗ്ഷൻ അല്ലേ ഇത്? പ്രൈവറ്റ് ഫ്രണ്ട്സിന്റെ യാ അതെ അതെ. നമ്മൾ കഫേ കൊള്ളാം. നമ്മൾ പണ്ട് ഇവിടെ ഒന്ന് ബ്ലോഗ് എടുത്തിട്ടുണ്ട്. നമ്മൾ കൊക്കോറോ കഫേ വന്നിട്ടുണ്ട്. നൈസ് ആംബിയൻസ് ആണ്. ഇവിടെ ഡേറ്റിനൊക്കെ വരാൻ കിട്ടുന്ന ആംബിയൻസ് തരാം. നോക്കി വെച്ചോ, നമ്മുടെ കടൂർ കടവന്തർ റൂട്ടിൽ ഉള്ളതാണിത് കൊക്കോറോ കഫേ. അവിടെയും നടക്കാഞ്ഞിട്ട് അവിടെ നമ്മൾ കയറി അവിടെ നടക്കാഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് അവിടുന്ന് ഇങ്ങനെ മുക്കെ പിടിക്കാതെ നമ്മൾ ഇങ്ങനെ മുക്കെ പിടിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെ? കായൽ ദേവായിരുന്നു. നമ്മൾ എത്തിയിരിക്കുന്നത് കായൽ റെസ്റ്റോറൻറ്റിൽ. ഒരു ഫംഗ്ഷൻ നടത്താൻ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെടാൻ. ഇത് നൈസാണ് കേട്ടോ. ഇത് നൈസൊരു ഡേറ്റിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ കായലിൽ നിന്നൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അയ്യോ വയ്യ, നടക്കാമെന്ന് വേശിക്കുന്നു. ഇന്നലെ കാരണം തുള്ളിൻ്റെ ഒന്നാണ്. ഇന്നലെ നമ്മൾ മില്ലേനീസിൽ പോയിട്ടുണ്ടായിരുന്നു. പബ്ബിൽ പോയിട്ടുണ്ട്. നടക്കാൻ തുള്ളിയാണ്. വയ്യ, ഇപ്പോൾ ക്ഷീണം, നടക്കാനൊന്നും വയ്യ. നമ്മൾ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കളിയുടെ മൊത്തം ഇതായിട്ട് മറ്റേ ഗ്രില്ല് അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ള വേറെ സംഭവമാണ്. കഴിഞ്ഞ ദിവസം എന്താ സംബന്ധിച്ച് മറ്റേ ലിപ്സ്റ്റിക്ക് പിടിച്ച് അത് സീനായിരുന്നു. മറ്റേ കയ്യാങ്കളിയായി അവസാനം ഇടിയൊക്കെ ആയി. അല്ലടാ, ലിപ്സ്റ്റിക്ക് എന്തുകൊണ്ട് പിടിച്ചു വെച്ച്? സംഭവം കേറ്റാൻ പാടില്ല ത്രോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവര് കേറിയപ്പോ മേടിച്ചു വെച്ചേ. അത് തിരിച്ചു കിട്ടിയോ? തിരിച്ച് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ സാധനം ഇല്ല. 6 ലിഫ്റ്റിക്കും ഇല്ല. ഇത്രയും മെമ്പിളർ ലിഫ്റ്റിക്ക് മേടിച്ചിട്ട് ഒരെണ്ണം പോലെ അവിടെ ഇല്ലേ. അതെന്താ അപ്പം പിന്നെ അവരെന്തിനാ വാങ്ങിച്ചു വെക്കുന്നു? ആക്ച്വലി അത് എനിക്കറിയത്തില്ല. അത് ചോദിച്ചു തന്നപ്പോൾ അവർ പറയാം നമ്മളെ അല്ല, നമുക്കറിയത്തില്ല, മറ്റേ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് അവര് തിരിച്ചുവിട്ടോണ്ടിരിക്കുക. അല്ല സത്യം പറഞ്ഞാൽ ഇതിന്റെ ആരെയും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ സാധനം കയറ്റാൻ പാടില്ല, ഇപ്പൊ അറിയത്തില്ലായിരിക്കും, നമുക്കത് അറിയത്തില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇത് ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് പറ്റി ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്കിനെ പറ്റി മെൻഷൻ ചെയ്തില്ല. അപ്പൊ എന്ത് തെണ്ടിത്തരാണ് കാണിക്കുന്നത്? ഓക്കെ, നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം തിരിച്ചു കൊടുക്കാനുള്ള മര്യാദയും കാണിച്ചൂടെ? അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചില്ലേ? ഈ തിയേറ്ററിലേക്ക് കയറുമ്പോഴത്തേക്ക് വെക്കുന്നോട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തൂടെ? ഇതൊന്നും ചെയ്യാണ്ട് ഒരാൾ വാങ്ങിച്ച പൈസ അതിനകത്ത് വാല്യൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. അതൊരു മാതിരി ഭയങ്കര മോശം പരിപാടിയാണ് കാണിക്കുന്നത്. അത് സത്യം പറയാം. ഓക്കെ, നിങ്ങൾ വാങ്ങിച്ചു, ഓക്കെ, നിങ്ങൾക്ക് കയറ്റാൻ പാടില്ല, നിങ്ങളുടെ പ്രയോജനം. പക്ഷെ വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വേണ്ട. എടാ ഗ്രിൽസ് ഇവിടെയല്ല വണ്ടിയിരിക്കും. അത് വണ്ടി പോകാൻ പറ്റില്ല. ഇങ്ങനെ ഇറങ്ങി പോകേണ്ടി. അതെ, ഞാൻ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് അപ്പം ആരെങ്കിലും ഉണ്ടെന്ന് ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. നമ്മളിങ്ങനെ സാധനം വാങ്ങിച്ചു വെച്ചിട്ട് തിരിച്ചു തരാത്തത് അതെന്താണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ, അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സാധനം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ. നമ്മൾ പൈസ വെറുതെ ഉണ്ടാക്കുന്നതല്ല, കഷ്ടപ്പെട്ടല്ലേ എല്ലാവരും പൈസ ഉണ്ടാക്കണത്. അപ്പോൾ പൈസ വാങ്ങിച്ച സാധനത്തിന് ഒരു ഇത് കാണിക്കാതെ ഭയങ്കര ചെറ്റത്തിനാണ്. വാങ്ങിച്ച സാധനം തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോശമാണ് ഇത് കാണിക്കുക. എന്തായാലും ഞാൻ നേരെ ഈ റൂമിലോട്ട് പോട്ടെ. വയ്യ, ടയേർഡ് ഭയങ്കര. അല്ല, നാളെ വരുന്നൊരു ഈ വ്ളോഗ്, നാളത്തെ വൈകുന്നേരം വ്ളോഗ് വരത്തുള്ള. അപ്പം നെക്സ്റ്റ് വരുന്നൊരു നിങ്ങൾ ലിപ്സ്റ്റിക്ക്, ഹെഡ്സെറ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ കൊടുക്കാന്ന് ചോദിക്കാൻ എനിക്ക് അതിൻ്റെ റെസിപ്റ്റ് വേണം. അല്ലെങ്കിൽ ആ വാങ്ങിച്ച് വെക്കുന്ന ഫോട്ടോ എങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് വെക്കണം അല്ലേ? ഫോട്ടോ എടുത്ത് വെക്കണം. തിരിച്ചു ചെല്ലുമ്പോൾ പിന്നെ ഒന്നും കാണത്തില്ല. ഫോട്ടോ എടുത്ത് വെക്കണം. ഫോട്ടോ എടുത്ത് നിങ്ങൾ പറയണം ഇന്ന ആളെന്ന് പറയാം. അങ്ങനെ എങ്കിലും ചെയ്യണം. ഓക്കെ, നിങ്ങൾ യുക്തി വരാണ്ട് ചെയ്യുക. ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരിക എന്താണെന്നുള്ളത്. ഞാൻ സീരിയസ്ലി ഞാൻ റൂമിൽ പോകുന്ന ഞാനാണ്. പിന്നെ ഒരു 1.5 മണിക്കൂർ ഇവിടെ തന്നെ നിന്ന്. സോ അത് കാരണം ഞാൻ എൻ്റെ വീഡിയോ വെച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്തത്. ഇപ്പം നാളെ ഇങ്ങോട്ടേക്ക് വരവൊന്നുമില്ല. നാളെ കളിയായത് കാരണം ഇങ്ങോട്ടേക്ക് വരവൊന്നും കാണത്തില്ല. അപ്പം കളിക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. വണ്ടിക്കകത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും നല്ലത്. അതോ വാങ്ങിച്ച് വെച്ചാലും തിരിച്ച് കിട്ടാൻ പോകണമെന്നില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.